ആദ്യം തന്നെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പറയുന്നത്. എൻ്റെ പേര് ടീന. ഞാൻ UK നിന്നാണ് വരുന്നത്. ഇപ്പം വരുന്നത് വൈക്കത്ത് നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 7/6/2022 എൻ്റെ ആദ്യത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, ആദ്യ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ രണ്ടാമത്തെ നിയോഗമായി, ഞാനൊരു നേഴ്സാണ്, രണ്ടാമത്തെ നിയോഗമായി ഒരു യൂറോപ്യൻ കൺട്രിയിൽ നേഴ്സായി വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. 2018 മുതൽ ഞാൻ അതിനായി പരിശ്രമിച്ചു. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ പരിശുദ്ധ അമ്മ 2023 ജൂലൈ 3 എനിക്ക് UK കയറിപ്പോകാൻ സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹമാണ്. UK ചെന്നു. ആദ്യത്തെ 3 മാസം ഞങ്ങൾക്ക് ഫ്രീ അക്കോമഡേഷൻ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ സ്വന്തമായി ഭവനം കണ്ടെത്തണം. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഭവനം കിട്ടി, എനിക്ക് മാത്രം കിട്ടുന്നില്ല. എല്ലാവരും എന്നോട് ചോദിച്ചു, എല്ലാവർക്കും കിട്ടി, നിനക്ക് മാത്രം എന്താ കിട്ടാത്തത്? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ മാതാവിനൊരു കത്ത് പോലെ എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് അമ്മയ്ക്ക് എഴുതിയത്: അമ്മേ, എനിക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ 2-3 മാസം എടുക്കും, സാലറി ഒത്തിരി കുറവാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് അഫോർഡബിൾ റെൻറ്റ് റേറ്റും ഞാൻ എഴുതി. 950 പൗണ്ടിൽ താഴെ കിട്ടാവുള്ളൂ, അതും ഫർണിഷ്ഡ് ഹൗസ് ആയിരിക്കണം. എനിക്ക് സാധനങ്ങൾ വാങ്ങാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. മാത്രമല്ല, ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയതിന് ശേഷം എനിക്ക് ഉടമ്പടിയിൽ നിൽക്കണം. അതുകൊണ്ട് എനിക്ക് പള്ളിക്കടുത്ത് വീട് വേണം. ഉൾപ്രദേശത്തേക്ക് കിട്ടരുതും, ബസ് സൗകര്യം ബുദ്ധിമുട്ടായിരിക്കും, തന്നെ പോകാൻ അറിയത്തില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളും കാത്തലിക് സ്കൂളായിരിക്കണം. ഇങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ 2 മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. ഓരോ പ്രാവശ്യവും ഞാൻ വീടിന് ഓരോ അപ്പോയിൻമെൻറ്റുകൾ അയക്കും, എല്ലാം റിജക്ഷൻ. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഒരാളെ വർക്ക് ചെയ്യുന്നുള്ളൂ. 2 പേർക്ക് സാലറി ഉണ്ടെങ്കിൽ അവർ വീട് തരത്തുള്ളൂ. രണ്ടാമത്തേത്, കുട്ടികളുള്ള ഫാമിലിക്ക് വീട് കൊടുത്താൽ വീട് നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവർ വീട് തരത്തില്ല. മൂന്നാമത്തെ, സാലറി സ്ലിപ്പ് നോക്കും. സാലറി സ്ലിപ്പിൽ എൻ്റെ സാലറി കുറവാണ്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എല്ലാം റിജക്ഷൻ ചെയ്തു. ആകെ ഞാൻ ആഴ്ചയിൽ 11 വീടിനെ എനിക്ക് വ്യൂവിങ്ങിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയുള്ളൂ. അതിൽ 10 വീടും ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയാണ് അയച്ചത്. കാരണം എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന ദിവസം മുഴുവൻ എനിക്ക് ഡ്യൂട്ടി ആയിരിക്കും. 11ാമത്തെ വീട് പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ അന്ന് എനിക്ക് ഓഫായിരുന്നു. ഞാൻ തന്നെ പോയി. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, ഏജൻറ്റ് വീട് തുറന്ന് തരുന്നതിന് മുമ്പ് എനിക്ക് അവിടെ പോയി പ്രാർത്ഥിക്കണം. ഞാൻ അരമണിക്കൂർ മുമ്പ് തപ്പിപ്പിടിച്ച് സ്ഥലത്തെത്തി. ഞാൻ ആദ്യമേ ചെയ്തത്, ആരും കാണാതെ ചവിട്ടാത്തൊരു സ്ഥലത്ത് മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലി മുറുകെ പ്രാർത്ഥിച്ചു. ഓരോ വീടും കാണാൻ 50-60 പേര് ക്യൂ നിൽക്കുകയാണ്. ഓരോരുത്തർക്കും പല സമയങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു പ്രതീക്ഷയുമില്ല, പക്ഷേ എൻ്റെ വിശ്വാസം കൈവിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ എനിക്ക് മെയിൽ വരികയാണ്, നിനക്ക് വീട് തരാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. എൻ്റെ ടെനൻസി എഗ്രിമെൻറ്റ് വന്നു, ഒരു കുഴപ്പവുമില്ല. എനിക്ക് ഒരു സാധാരണ അവിടെ ഡിപ്പോസിറ്റ് പൈസ അടയ്ക്കണം. എന്നോട് പറഞ്ഞു, ഡിപ്പോസിറ്റ് വേണ്ട, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അടച്ചാൽ മതി. ഇതൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടെ അവർ ഭവനം എനിക്ക് തന്നു. അങ്ങനെ 2 വർഷമായി ഞാനും എൻ്റെ കുടുംബവും സന്തോഷത്തോടെ ആ ഭവനത്തിൽ, അമ്മ തന്ന ഭവനത്തിൽ താമസിക്കുന്നു. എൻ്റെ 3ാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് ഉടമ്പടി ആരാധനയിൽ അച്ഛനിലൂടെ ലഭിച്ച ഒരു സന്ദേശത്തിൻ്റെ ഭാഗമാണ്. അതെന്ന് പറയുന്നത് 2024 നവംബറിൽ ഞാൻ UK യൂട്യൂബിൽ ആരാധന കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ 2 നിയോഗം 1 വർഷത്തിൽ കൂടുതലായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഉടമ്പടി ആരാധനയിൽ അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്: വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഒച്ചുപോലെ എഴുതുന്ന കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുന്നു, നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. ഞാനത് ഉറച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടിയാണ് അച്ഛൻ ആ വചനം സന്ദേശം തന്നത്. മുട്ടിമേ നിന്നു, മെഴുകുതിരി കത്തിച്ചു, ആരാധനയും ധ്യാനവും മുഴുവൻ കൂടി. അത്ഭുതമെന്ന് പറയട്ടെ, ഡിസംബറിൽ 2 നിയോഗം. ഒന്ന്, എൻ്റെ മകൻ്റെ അഡ്മിഷനും. രണ്ടാമത്തേത്, എനിക്ക് ഓസ്ട്രേലിയക്ക്, അവിടുത്തെ UK തണുപ്പ് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിരുന്നു എൻ്റെ ആഗ്രഹം. പേപ്പറുകൾ പലതും സബ്മിറ്റ് ചെയ്യും, ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. അങ്ങനെ ഡിസംബർ മാസത്തിൽ ഈ 2 കാര്യവും പരിശുദ്ധ അമ്മ സാധിച്ചു. അതിനെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ അടുത്ത സാക്ഷ്യമെന്ന് പറയുന്നത് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിൽ ലഭിച്ചതാണ്. അതിലും ഞാൻ 2 നിയോഗങ്ങൾ വെച്ചു. 2025 ജൂലൈ 3 ഞാൻ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട്. ഒന്ന്, ഹസ്ബൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റിനും. രണ്ടാമത്തേത്, ആപ്ലിക്കേഷൻ ഓസ്ട്രേലിയയിൽ സബ്മിറ്റ് ചെയ്തെങ്കിലും എല്ലാവർക്കും രജിസ്ട്രേഷൻ കിട്ടി, എൻ്റെ മാത്രം വരുന്നില്ല. ജൂലൈ 3 കടമുള്ള ദിവസം ഞാൻ പതിവ് പോലെ പള്ളിയിൽ പോയി
വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. വീട്ടിൽ വന്നപ്പോൾ മനസ്സിൽ പറഞ്ഞു ലൈറ്റൽ ക്യാൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ 8:30 എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഇനി ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തികളുമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് UK-ലായത് കാരണം നമുക്ക് ഇവിടുത്തെ കൂട്ട് ഫുഡ് ഉണ്ടാക്കി ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഫുഡ് ബാങ്കുകളിൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുന്ന. അവർക്ക് എനിക്ക് കിട്ടുന്ന സാലറിയിൽ ഞാൻ കുറച്ച് പൈസ അതിനായി മാറ്റി വെച്ച് ഫുഡ് ബാങ്കുകളിൽ ഫുഡ് മേടിച്ച് കൊടുക്കും. അതുപോലെ തന്നെ ചാരിറ്റികളിൽ ഡ്രസ്സ് ഇടാൻ പോലും തണുപ്പത്ത്, പ്രത്യേകിച്ച് വിൻ്റർ സീസണിൽ തണുത്ത് വിറച്ച് ഇരിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് ജാക്കറ്റും മറ്റ് വസ്ത്രങ്ങളുമായിട്ട് ഞാൻ അങ്ങനെ ചാരിറ്റിയിൽ കുറേ ഡ്രസ്സുകൾ ഡൊണേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ കൃപാസനം പത്രം അധികം കിട്ടത്തില്ല. ആരെങ്കിലും തന്നാൽ ഒരെണ്ണം കൂടി എക്സ്ട്രാ ചോദിക്കും. എന്നിട്ട് വായിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം അത് കൊടുക്കും ഞാൻ. അതുപോലെ തന്നെ അച്ഛൻ ആരാധനയിൽ എപ്പോഴും പറയും, ജപമാല എന്ന് പറയുന്നത് രക്ഷാകര ദൗത്യത്തിനായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകിയ പ്രാർത്ഥനയാണ്. ആ ആരാധന കൂടി അന്ന് മുതൽ ജപമാല എനിക്ക് മുടങ്ങാതെ ചെല്ലാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കുവാനും ജപമാലയുടെ മഹത്വവും അതിൻ്റെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളും എല്ലാം എനിക്ക് കൂടുതലായിട്ട് ഈ ആരാധനയിലൂടെ എനിക്ക് അറിയാൻ സാധിച്ചു. ഇത്രയും തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനം 115:12 കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. യേശുവിൽ പ്രിയമുള്ളവരെ, ടീനായ്ക്ക് ആ 7 കാര്യങ്ങൾ സാധിച്ചു കിട്ടിയെന്നാണ് പറയുന്നത്. ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി ജീവിതം ഭദ്രമാക്കി വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. യൂട്യൂബിൽ ആരാധന കൂടുമ്പോൾ എല്ലാവരും ഇരുന്നും കിടന്നുമൊക്കെയാണ് കൂടാറുള്ളത്. എന്നാൽ ഈ സഹോദരി ചെയ്തത് മുട്ടുമേൽ നിന്നാണ് ആരാധന കൂടിയതെന്ന്. ഉടമ്പടി ജീവിതം ഇതാണ്. അവരുടെ തീഷ്ണതയാണ് പരിശുദ്ധ അമ്മ കണ്ടത്. അങ്ങനെ വിദേശ രാജ്യത്ത് പോകാൻ സാധിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു ഭവനമില്ല. ഭവനമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ അമ്മയിൽ സമർപ്പിച്ചിരിക്കുക. അമ്മയുടെ കൊടുത്താൽ ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് അവർക്കറിയാം. അങ്ങനെ ജപമാലയും ദിവ്യബലിയിലുള്ള തീഷ്ണതയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുള്ള ആഗ്രഹവും അതിനുള്ള ശക്തിയും അവർക്ക് ലഭിച്ചു. അതുവഴി അവർ എന്ത് ചെയ്താലും പരിശുദ്ധ അമ്മയോട് ചോദിച്ചിട്ട് അനുഗ്രഹം പ്രാപിച്ചിട്ട് മാത്രമേ അവർ പോകാറുള്ളെന്ന്. ദിവ്യബലിയിൽ പങ്കെടുത്തും കുമ്പസാരിച്ചും വലിയ തീഷ്ണതയോടുകൂടി തന്നെയാണ് അവർ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അതാ അവർ പറയുന്നത് നോട്ട് ബൈ മെറിറ്റ്, വൺ ബൈ ഗ്രേസ് ആണെന്ന്. അമ്മ കൊടുത്ത ഗ്രേസ് ആണെന്നാണ് പറയുന്നത്. അമ്മയ്ക്കാണ് ഇവർക്ക് ഇത് കൊടുക്കാൻ, അമ്മയാണ് ഇവർക്ക് ഇത് കൊടുത്തത്. ആ വീട് കിട്ടിയത് ഭയങ്കര അതിശയമാണ്. അമ്മ തന്നെ തരണമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് വീട് കൊടുത്തത്. അതിനുശേഷം അവരുടെ ലൈസൻസ് കിട്ടാനുള്ളത്. അവിടെയെല്ലാം പോകുമ്പോൾ ഉടമ്പടി കാശുരൂപം കൊണ്ടാണ് പോകുന്നത്. അവിടെ കൊണ്ടുവന്ന് ഉപ്പ് വിതറും, വിശ്വാസപ്രമാണം ചൊല്ലി. വിശ്വാസപ്രമാണത്തിൻ്റെ ശക്തിയാലും ഉപ്പിൻ്റെ അഭിഷേകത്താലുമാണ് അവർക്കവിടെ വിജയിക്കാൻ സാധിക്കുന്നതെന്ന് അവർ പറയുകയാണ്. ഉടമ്പടി ജീവിതം സന്തോഷകരമായി ശ്രദ്ധയോടുകൂടി കൃത്യതയോടുകൂടി നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥനയിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും കൂടുതൽ നിന്നാൽ, തീഷ്ണതയോടുകൂടി ചെയ്താൽ, പരിശുദ്ധമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് നിങ്ങളുടെ കാര്യം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി കടന്നു വന്ന അമ്മ സമയത്തിന് മുൻപ് തന്നെ നിങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് ഈ മക്കൾ നമ്മളോട് പറയുകയാണ്. ഇവർക്ക് പരിശുദ്ധമ്മ കൊടുത്ത ഈ വൻകൃപയ്ക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.